ഡിവൈഎഫ്ഐയെ നയിക്കാൻ വീണ്ടും കണ്ണൂർ സഖാവ്. സംസ്ഥാന സെക്രട്ടറിയായി എം വിജിൻ എംഎൽഎ തിരഞ്ഞെടുത്തു. തുടർച്ചയായ രണ്ടാം തവണയാണ് കണ്ണൂരിൽ നിന്നുള്ള നേതാവ് ഡിവൈഎഫ്ഐയെ നയിക്കാൻ എത്തുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തെ ഒരിക്കൽ കൂടി കണ്ണൂർ സഖാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് നേതൃത്വം. കല്യാശ്ശേരി എംഎൽഎ എം വിജിനാണ് അടുത്ത 3 വർഷം സംഘടനയെ നയിക്കാനുള്ള ഊഴം. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് വിജിൻ. കഴിഞ്ഞ 10 വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷത്തു നിന്ന് സംഘടനയെ നയിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് എം വിജിനുള്ളത്. സമര സംഘടനയായി ഡിവൈഎഫ്ഐ വീണ്ടും സജീവമാക്കുകയെന്ന ദൗത്യമാണ് സംസ്ഥാന ഘടകം പുതിയ നേതൃത്വത്തിന് നൽകിയത്. കഴിഞ്ഞ 10 വർഷം LDF ഭരണത്തിലായതുകൊണ്ട് തന്നെ കാര്യമായ സമരങ്ങളിലേക്ക് ഡിവൈഎഫ്ഐക്ക് കടക്കേണ്ടി വന്നിരുന്നില്ല. സൗമ്യമായ പെരുമാറ്റം കൊണ്ട് ഏവരുടെയും സ്നേഹം പിടിച്ചുപറ്റിയ നേതാവാണ് എം വിജിൻ. പുതിയ കാലഘട്ടത്തിൽ സംഘടനയ്ക്ക് ആ സൗമ്യമുഖം വിജിനിലൂടെ ലഭിക്കുമെന്ന പ്രതീക്ഷയും നേതൃത്വത്തിനുണ്ട്. ആശുപത്രികളിൽ നൽകുന്ന പൊതിച്ചോർ വിതരണമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത ഏറ്റവും വലിയ ദൈനംദിന പ്രവർത്തനം. ഇത് ഏറെ ശ്രമകരമായ ദൗത്യവുമാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ഇതിനൊപ്പം യുവാക്കളെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ സജീവമായി ഇടപെടേണ്ട ദൗത്യം കൂടി ഡിവൈഎഫ്ഐക്ക് ഏറ്റെടുക്കേണ്ടി വരും. ഡൽഹിയിൽ നടന്ന ജൻസി പ്രക്ഷോഭത്തിന്റെ മാതൃകയടക്കം ഡിവൈഎഫ്ഐക്ക് മുന്നിലുണ്ട്. അരാഷ്ട്രീയവാദം യുവാക്കളിൽ പിടികൂടുന്നത് ഒഴിവാക്കാൻ വേണ്ട ഇടപെടൽ കൂടിയാണ് ഡിവൈഎഫ്ഐക്ക് ഏറ്റെടുക്കേണ്ടി വരിക. ഡിവൈഎഫ്ഐയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി ചിന്ത ജെറോം എത്തുന്നു എന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. കണ്ണൂർ ജില്ലയ്ക്ക് മറ്റ് 2 സംസ്ഥാന ഭാരവാഹികൾ കൂടിയുണ്ട്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അഫ്സലിനെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും ജില്ലാ പ്രസിഡന്റ് കെ അനുശ്രീയെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായും തൃശൂരിൽ നടന്ന സമ്മേളനം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.